ഹായ്. ഇന്ന് നല്ലൊരു പൊട്ടിക്ക കിട്ടി. വലിയ പൊട്ടിക്ക. പക്ഷെ ഇത്രക്കാരൊന്നും ഇവിടെ വേണ്ട. അമ്മു തീരെ പച്ചക്കറി കൂട്ടൂല. ഒരു പകുതി ഇത് പോരാ അല്ലേ. നമുക്കിത് മുറിച്ചിട്ടുകൊണ്ട് വർത്താനം പറയാം കേട്ടോ. നിങ്ങളോട് വർത്താനം പറയുമ്പോൾ ഒരു സമാധാനം മനസ്സിന്. നല്ല സുഖമുണ്ട് അന്നേരം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അതാന്നേ ഞാൻ ഇതും കൊണ്ട് ഓരോ ദിവസവും വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത്ര മതി. നിങ്ങൾ വെക്കലുണ്ടോ പൊട്ടിക്കയും പരിപ്പും? ഇതിന് പൊട്ടിക്കാന്ന് വീടിയാ പറയുക. അങ്ങോട്ടെല്ലാം പിന്നെ കണ്ണൂർ തളിപ്പറമ്പ് ഞാൻ അമ്മൂനെ കൊണ്ട് അമ്മൂൻ്റെ ചികിത്സക്ക് പോയാൽ ഞങ്ങൾ പൊട്ടിക്കാന്ന് എഴുതി കൊടുത്ത്. ഓല് പിന്നെ അവിടെയുള്ള ഒരു കുട്ടി പറഞ്ഞ് ഒരു താലോലിക്കയും വാങ്ങാന്ന്. താലോലിക്കോ ലോലോലിക്കയോ അങ്ങനെ എന്തോ വന്നേ. താലോലിക്കാണോ ലോലോലിക്കാണോ നിങ്ങളിന്ന് ക്ലിയറാക്കി തരണേ. അറിയുന്നവരൊന്ന് കമൻറ്റിൽ പറയണേ എന്നോട്. താലോലിക്കാണോ ലോലോലിക്കാണോ എന്ന് എനിക്ക് മറന്നുപോയി, കുറേ കൊല്ലമായി. അപ്പോൾ ഞങ്ങൾ എഴുതി കൊടുത്ത് രണ്ടാൾക്കും അറിഞ്ഞൂടാ ഇത് സംഭവം. അപ്പോൾ പിന്നെ പോയി ഒരുത്ത ഈ ലിസ്റ്റ് കൊടുത്ത് പൊട്ടിക്ക വാങ്ങി. എന്നിട്ട് ലിസ്റ്റിൽ നോക്കുമ്പോൾ ലോലോലിക്കയുണ്ട്. എന്നാൽ പിന്നെ അതും വാങ്ങട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ പച്ചക്കറി പീടികയിൽ പോയി ലോലോലിക്കയും വാങ്ങി നോക്കുമ്പോൾ രണ്ടും ഒന്നല്ലേ. പൊട്ടിക്കയും ലോലോലിക്കയും ഒന്നല്ലേ. എന്താ പറയേ, മടക്കി കൊടുക്കാൻ പറ്റുമോ? ഓലപ്പാട് മടക്കിയും കൊണ്ടുവന്ന് നാളെ ഇതെന്താ രണ്ടെണ്ണോ. അന്നേരം പറഞ്ഞ് ഇതാ സംഭവം, നിങ്ങൾ രണ്ടാൾക്കാർ എഴുതിയ സാധനം ഒന്നില്ല. അതുപോലെ നിങ്ങളെന്താ പറയല്ലേ ഇരുന്ന്. ഞാൻ എനിക്കൊരബദ്ധം പറ്റിയില്ല. ആദ്യം ഇപ്പോൾ ഒന്നല്ലേ കുറച്ച് ചെറുതിലാണ് കല്യാണം കഴിച്ച് വന്നവിടെ. കല്യാണം കഴിക്കുന്നവരെ ഞാൻ ഈ കറികളൊന്നും വെക്കലുമില്ല, ഒരു സംഗതി നോക്കലുമില്ല. എല്ലാം എൻ്റെ ഒരു അമ്മമ്മയോ മാണിയമ്മമ്മ. എൻ്റെ ഒരു അമ്മേൻ്റെ ഏടത്തീൻ്റെ മോനുണ്ട്. ഓറ് പറയും, മാണിയെടുത്തി നിങ്ങൾ പോകേണ്ട വരും, ഓളോടി കോപ്പ് വെച്ചാൽ ഭക്ഷണം വെച്ച് കൊടുക്കുക. ഇവർക്ക് ഒരു സംഗതി അറിഞ്ഞൂടാന്നറിയാം. ശരി തന്നെ. ഞാനൊരു ഇത് എന്താ വെച്ചാൽ 10-16 വയസ്സ് കഴിഞ്ഞ വടിനെ പണിക്ക് പോയിക്ക് റെഡിമെയ്ഡ് കമ്പനിയിൽ. അതുകൊണ്ട് ഇത് രാവിലെ 7:30 ആകുമ്പോഴത്തേക്ക് പോകണം, വൈകുന്നേരം 5:30-6 മണിയാകുമ്പോഴത്തേക്ക് അരി വരും. ഇത് കല്യാണം കഴിയുന്നവരെ ഇതാ പരിപാടി. ആകെ ഒരു ഞായറാഴ്ചയായിട്ടും കിട്ടും. അത് ഓണത്തിൻ്റെ വിഷുവിൻ്റെ പെരുന്നാളിൻ്റെ ഒന്നും സമയത്ത് ഞായറാഴ്ചയും ഉണ്ടാവില്ല. ആകെ കിട്ടുക എപ്പോഴെങ്കിലും കിട്ടുന്ന സീസൺ അല്ലാത്തൊരു ഞായറാഴ്ച. അത് എവിടെയെങ്കിലും അങ്ങനെ എവിടെയും പോക്കില്ല അന്നേരം. അങ്ങ് എവിടെ പോവില്ല. ഒരേ തന്നെ ഇതാക്കും, കിടക്കും, ഉറങ്ങൂല പകൽ. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും. എന്നാലും പണിയൊന്നും എടുക്കൂല, ഒരു വസ്തു എടുക്കൂല, ഒന്നും അറിഞ്ഞും കൂടെ. സത്യം പറയാച്ചാൽ അങ്ങനെ. പക്ഷേ എന്നെ കല്യാണം കഴിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം വെറുതെ പറയുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മളൊന്നും അല്ലാണ്ടായിപ്പോവും. നമ്മളങ്ങ് മനസ്സ് വിചാരിച്ചാൽ പെണ്ണുങ്ങൾക്ക് എന്തായാലും ഒരു അടുക്കളയിലുള്ള ഭക്ഷണമെല്ലാം ഉണ്ടാക്കേണ്ട ഒരു കഴിവ് നമുക്കുണ്ട് എന്തായാലും. പിന്നെ വലിയ ടേസ്റ്റ് ഇപ്പോൾ അത് ചില ആൾക്ക് നല്ല ടേസ്റ്റിലറിയാം, ചില ആൾക്ക് അങ്ങനെയൊന്നും വെക്കുവാനും ആവില്ല. പക്ഷെ നമ്മൾ വെക്കും ഭക്ഷണം, അത് ഉറപ്പാണ് പെണ്ണുങ്ങൾ. എൻ്റെ കാര്യത്തിൽ ഉറപ്പാണ്. എന്താ വെച്ചാൽ ഞാനൊക്കെ ഒരു വസ്തു പറഞ്ഞുകൊണ്ടിരും. അപ്പോൾ ഇവിടെ വന്ന് എൻ്റെ ഒരാഴ്ചയായിക്കൊണ്ടുവന്ന് ഈ പൊട്ടിക്ക കൊണ്ടുവന്ന് ഞാൻ വിചാരിച്ചു ഈ പൊട്ടിക്ക് ഇങ്ങനെ ഇതാക്കി വെക്കും. ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ടല്ലോ, ഇതിൻ്റെ പൊങ്ങ്. ഞാൻ വെച്ച് പടവലത്തിൻ്റെയും കയ്പേൻ്റെ എല്ലാം നമ്മൾ എടുത്ത് ചാടിക്കളയലില്ലേ. അപ്പോൾ അതുപോലെയായിരിക്കും ഇത് സംഭവം എന്ന് വെച്ചിട്ട് ഞാനിത് മുഴുവനും കുത്തിരി പരണ്ടി തോല് മാത്രം, പിന്നെ മടൽ പൊളിച്ചിട്ട തോല് പോലെ. ഇതെങ്ങനെയാണ് കറി വെക്കുക? ഞാനിത് മുറിച്ചിട്ട് അപ്പോൾ അമ്മ അന്ന് കുക്കറൊന്നുമില്ലല്ലോ, പരിപ്പ് എല്ലാം എടുത്തിട്ട് ഇത് നോക്കും എല്ലാം ഇതെന്തുന്ന സംഭവം. ഇതെല്ലാം ഞാൻ അപ്പോഴത്തേക്ക് എടുത്ത് ചാടുകയും ചെയ്തിരിക്കാം. മറ്റേ വേസ്റ്റല്ല ഇതെല്ലാം. എന്നോട് ഇതെങ്ങനെ ഇനി ഇത് എടുത്തതിൻ്റെ അകത്ത് നീ തോല് ഈ സാധനം തീർത്തും പരണ്ടിയാലുണ്ടാവുമോ എന്തെങ്കിലും സാധനം. ഈ പച്ച കാണുന്ന ഈ പച്ച മാത്രമേ ഇല്ലാണ്ടുണ്ടോ എന്നോട് പറഞ്ഞാൽ അതിനോട് കൂടിയിട്ടല്ലേ നമ്മളിത് വെക്കുക. പിന്നെ നമ്മളുണ്ട് അത് ചാടുന്ന അത് പടവലത്തിനും പിന്നെ കയപ്പക്കവും വെള്ളേരി അങ്ങനത്തെ അല്ലേ നമ്മൾ ഇത് ചാടൂല എന്ന് പറഞ്ഞു. പടച്ചോൻ എന്തൊക്കെ
അന്ന് ഓറ് ആദ്യം തന്നെ ഇട്ടിട്ടങ്ങ് വെച്ച് എന്നോട് ചിഞ്ഞോടി ചാടി ഞാൻ കണ്ടത്ത് ചാടിപ്പോയിക്കില്ലേ. സാരമില്ല ഇപ്പം പോട്ടെ എന്നാണ്. വേറെ ആരും കാന്നെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ തന്നെ ഒരു സംഗതിയൊട്ട് നമ്മളൊന്നും പറയുകയില്ല. അങ്ങനത്തെ ഒരു ഇതേ ഇല്ല. ഒരു കാര്യം എന്നൊരു അമ്മായി അമ്മേൻ്റെ ഒരു സംഗതി എനക്കുണ്ടായിട്ടില്ലേ. എന്നോട്ട് വയ്യാറേലും ഇല്ല. ഇങ്ങനത്തെ പിന്നെ അബദ്ധങ്ങൾ എൻ്റെ അടുത്ത് വരുക. അല്ലാണ്ട് വേറൊന്നും നമ്മളൊരു നല്ല ഫ്രണ്ട്സും അല്ലേ ഞങ്ങൾ. എല്ലാവരുടെയും പോയി ഒന്നിച്ച് പോവുകയും പിന്നെ എല്ലാം ചെയ്യും. അങ്ങനെ ഒരു അബദ്ധം പറ്റിയ സാധനമാണ് ഈ പൊട്ടിക്ക. നിങ്ങൾക്കായിരിക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടോന്ന് പറയണേടോ. ഇത് ലോകത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ നോക്കട്ടെ. ഇത് ഞാനൊരിക്കലും വേറൊരാളോട് ചോദിച്ചിനെ ഇത് ഇങ്ങനെയായിപ്പോയിക്ക് എന്നോട്. അന്നേരം ഓല് പറഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ളൊരു തീയാടൂലേ എന്ന് പറഞ്ഞ്. ഞാൻ പടച്ചോനെ. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇതിൻ്റെ ഉള്ളിൽ ചാടിയാൽ ശരിയാവില്ല. ഇതാണ് ഇതിൻ്റെ ശരിയായ സംഗതി. ഇത് ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളെങ്ങനെയാണ് ചെയ്യുക? എന്നോടൊന്ന് പറഞ്ഞു തരണേടോ എന്തെല്ലാം ചെയ്യാന്ന്.